എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് പുതിയ നിയമവുമായി ദുബായ്. രാജ്യാന്തര നിലവാരത്തിനും മികച്ച സമ്പ്രദായങ്ങൾക്കും അനുസൃതമായി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക നഗര വളർച്ചയെ പിന്തുണയ്ക്കാനുമാണിത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പുതിയ നിയമം പുറത്തിറക്കിയത്. ആർക്കിടെക്ചറൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ, മൈനിംഗ്, പെട്രോളിയം, കെമിക്കൽ, കോസ്റ്റൽ, ജിയോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. കഴിവും അനുഭവപരിചയവും അടിസ്ഥാനമാക്കി കൺസൾട്ടൻസി ഓഫീസുകളെ തരംതിരിക്കും. അവരുടെ വൈദഗ്ധ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ പ്രവർത്തനങ്ങളെന്നും ഉറപ്പാക്കും. നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ആഗോള സ്ഥാപനങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷത്തിനകം എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യുകയും ജീവനക്കാരുടെ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുകയും വേണം. ഓൺലൈൻ വഴി വ്യാജ ജോലി പരസ്യങ്ങൾ വ്യാപകമായതോടെയാണ് ദുബായ് പോലീസ് ഇതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. തട്ടിപ്പുകാർ ഈ പരസ്യങ്ങൾ വഴി ഇരകളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള കെണികളായി ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുക, അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് ഫണ്ട് കൈമാറുക, അല്ലെങ്കിൽ മറ്റ് വഞ്ചനാപരമായ പദ്ധതികളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു തട്ടിപ്പിനിരയായ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ അവർ നിയമപരമായി ഉത്തരവാദിത്തപ്പെട്ടേക്കാം. ഓൺലൈനിൽ പരസ്യം ചെയ്യുന്ന ജോലികൾക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തൊഴിലുടമയുടെ ആധികാരികത പരിശോധിക്കുകയും ചെയ്യണമെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലെ ആന്റി ഫ്രോഡ് സെന്റർ അറിയിച്ചു. വ്യക്തികൾ വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ അജ്ഞാത കക്ഷികളുമായി പങ്കിടരുത്. പണം കൈമാറ്റം ചെയ്യുന്നതിനോ വ്യക്തിഗത അക്കൗണ്ട് വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനോ ഉള്ള അഭ്യർത്ഥനകൾ ഒഴിവാക്കുകയും വേണം. സംശയാസ്പദമായ ഒരു പരസ്യം കണ്ടാൽ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ 901 എന്ന നമ്പറിലോ വിളിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. തട്ടിപ്പുകാർക്കെതിരായ പ്രതിരോധത്തിന്റെ ആദ്യപടി പൊതുജന അവബോധമാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. UAEയിൽ സർവകാല റെക്കോർഡാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. UAEയിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 439 ദിർഹം 50 ഫിൽസായി, 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 474 ദിർഹം 50 ഫിൽസായി എന്നീ റെക്കോർഡ് വിലയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർവകാല റെക്കോർഡാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. അതേസമയം കേരളത്തിൽ എന്ന ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 88,000 കടന്നു. ഇന്നൊരു പവൻ സ്വർണത്തിന് 22 കാരറ്റ് സ്വർണത്തിന്റെ വില 88,560 രൂപയാണ്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് 95,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 12,000 രൂപ നൽകേണ്ടി വരും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിവിൽ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്നത്. ഇനിയും വില ഉയരുമെന്നാണ് വിപണികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. NTV UAE to the world.